ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു ടിപ്പ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു കുട്ടിയല്ല, ട്വിൻസും ട്രിപ്ലറ്റ്സും നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉള്ള ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് ഒരുപാട് ക്വാളിറ്റിയിൽ അണ്ടർ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ്. ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിനും നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് തിക്കണായിട്ട് വളരുന്നതിനും ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിൽ ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നുണ്ട്. തീർത്തും നമുക്ക് വീടുകളിൽ തന്നെ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് പൈസ നമ്മൾ ചെലവാക്കേണ്ടാത്ത തരത്തിലുള്ള ടിപ്സ് ആണ് നമ്മുടെ ചാനലിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസുകളിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള എക്സസൈസിനെ പറ്റിയിട്ടും ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനോടകം ഒരുപാട് പേര് സക്സസ് ആയതിന്റെ സ്റ്റോറീസ് നമ്മുടെ ചാനലിലെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദിജോസ് വേൾഡ് എന്ന് നിങ്ങളുടെ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്തതിനു ശേഷം അതിൽ ടാബ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. അതിൽ പ്രസ് ചെയ്തിട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സക്സസ് സ്റ്റോറീസ് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഏതെല്ലാം ടിപ്സ് ആണ് നിങ്ങൾക്ക് പ്രഗ്നന്റ് ആകാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യേണ്ടത് എന്നത് കാണാൻ വേണ്ടിയിട്ട് ഫെർട്ടിലിറ്റി ഇംപ്രൂവിംഗ് ടിപ്സ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ ഫെർട്ടിലിറ്റി എക്സസൈസ് എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റും ഉണ്ട്. അത് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതിൽ നിങ്ങളുടെ സിറ്റുവേഷൻ ഏതാണോ, അതായത് നിങ്ങൾക്ക് PCOD ആണോ, നിങ്ങൾക്ക് അണ്ടം വളരാത്തതാണോ, നിങ്ങൾക്ക് ഓവുലേഷൻ കണ്ടുപിടിക്കാൻ പറ്റാത്തതാണോ, അല്ലെങ്കിൽ ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നമാണോ, അല്ലെങ്കിൽ പുരുഷന്റെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ആണോ, അങ്ങനെയുള്ള സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ. ഫോർ മെൻ എന്ന് പറയുന്നൊരു പ്ലേലിസ്റ്റിനകത്ത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ സ്പേമിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, മോട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടുള്ള ടിപ്സും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത് ഓക്ര വാട്ടറിനെ പറ്റിയിട്ടാണ്. അതായത് നിങ്ങളുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് വെണ്ടക്ക യൂസ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഒരുപാട് വെസ്റ്റേൺ കൺട്രീസിലും അതുപോലെ നമ്മുടെ കേരളത്തിലും ഒക്കെ ഒരുപാട് ആളുകൾ പ്രഗ്നന്റ് ആകാനായിട്ട് ട്രൈ ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു ഒക്ര എന്ന് പറയുന്ന ഒരു നമ്മുടെ വെജിറ്റബിൾ. ഒക്രയിൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അല്ലെങ്കിൽ ഒക്ര അല്ലെങ്കിൽ ലേഡി ഫിംഗർ എന്ന് പറയുന്ന ഈ വെണ്ടക്കയിനകത്ത് ഒരുപാട് ബെനിഫിറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഓവറോൾ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളവയാണ്. അതിൽ പ്രോട്ടീൻ ഉണ്ട്, ഫൈബർ ഉണ്ട്, വിറ്റമിൻ A ഉണ്ട്, വിറ്റമിൻ C ഉണ്ട്, വിറ്റമിൻ E ഉണ്ട്. ഇതെല്ലാം നിങ്ങളുടെ പ്രൊജസ്ട്രോണിന്റെ ഹോർമോൺ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ എഗ് ഗ്രോത്ത് കൃത്യമായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഓവറോൾ നിങ്ങളുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. വെണ്ടക്ക വാട്ടറിൽ ഒരുപാട് പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കഴിവതും നിങ്ങൾ വെറും വയറ്റിൽ തന്നെ ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു മീഡിയം സൈസ് വെണ്ടയ്ക്കയാണെങ്കിൽ ഒരു 4-3 വെണ്ടക്ക നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. വലുതാണെങ്കിൽ 2 എണ്ണം മതിയാകും. തീരെ ചെറുതാണെങ്കിൽ, അതായത് നോർമൽ സൈസിലേക്കാളും ചെറിയ സൈസിലെ വെണ്ടയ്ക്കയാണെങ്കിൽ ഒരു 5 എണ്ണം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അത് നമ്മൾ ആ തലഭാഗവും അതിന്റെ ആ ഒരു ടെയിൽ പോർഷനും നിങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നടുവേ നിങ്ങൾ മുറിക്കുക. നടുവേ മുറിക്കാനായിട്ട് പറയുന്നത് നമ്മുടെ ആ ഒരു 2 പോർഷനും സെപ്പറേറ്റ് പാർട്ടീഷൻ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നടുവേ നമ്മൾ മുറിച്ചതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് നമ്മൾ സാമ്പാറിനൊക്കെ അരിയില്ലേ, ആ ഒരു കഷ്ണങ്ങളായിട്ട് നിങ്ങൾ മുറിക്കുക. അതിനുശേഷം നിങ്ങൾ വെള്ളത്തിലിട്ട് വെക്കുക. ഏകദേശം ഇത് കട്ട് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മേടിച്ചുകൊണ്ട് വരുന്ന വെണ്ടക്ക കുറച്ചു നേരം വെള്ളത്തിലിടുക. ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നല്ലതുപോലെ വെള്ളത്തിൽ നിങ്ങൾ കുതിർത്തിയതിന് ശേഷം മാത്രമേ നിങ്ങൾ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് പാടുള്ളൂ കേട്ടോ. വീട്ടിൽ തന്നെ നിങ്ങൾ മുളപ്പിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ കൃഷി ചെയ്തെടുക്കുന്ന വെണ്ടയ്ക്കയാണെങ്കിൽ നിങ്ങൾ അത്രയും നേരമൊന്നും വെള്ളത്തിലിടേണ്ട ആവശ്യമില്ല. അങ്ങനെ അത് നന്നായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷവും നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് കുതിർത്തി വെക്കുക. ഏകദേശം കുറച്ചധികം നേരം നിങ്ങളിത് കുതിർത്തി വെക്കാനായിട്ട് മസ്റ്റായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. രാവിലെ വെണ്ടക്ക ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളാണെങ്കിൽ നിങ്ങളിപ്പോൾ രാവിലെ സമയത്താണെങ്കിലും ഇത് കുതിർത്തി വെക്കുക. ദെൻ മോർണിംഗിൽ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തലേ ദിവസം നല്ലതുപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നിങ്ങളിത് നന്നായിട്ട് കുതിർത്തി വെക്കുക. അങ്ങനെ കുതിർത്തി വെക്കുന്നത് അതിലടങ്ങിയിട്ടുള്ള എല്ലാ വിറ്റമിൻസും ആ ഒരു വെള്ളത്തിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കുന്നു. ആ രീതിക്ക് വേണം നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് കേട്ടോ. പിറ്റേ ദിവസം ഇതിലെ വെണ്ടക്ക നിങ്ങൾ അരിച്ചു മാറ്റിയതിനു ശേഷം, കാരണം ചെറിയ ചെറിയ കുരുക്കളൊക്കെ, വെണ്ടക്കയുടെ കുരുക്കളൊക്കെ ചിലപ്പോൾ ആ വെള്ളത്തിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ലതുപോലെ അരിച്ചതിന് ശേഷം പിറ്റേ ദിവസം നിങ്ങൾ ഇത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. വെറും വയറ്റിൽ കുടിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാത്ത ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു മണിക്കൂറിനൊക്കെ ശേഷം അടുത്തൊരു ലഞ്ച് നിങ്ങൾ കഴിക്കുന്നതിന് മുൻപായിട്ടുള്ള ഗ്യാപ്പിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാർക്കാണെങ്കിലും ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ബെനിഫിറ്റ് ഒരുപാട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും എഗ് ഗ്രോത്തിനും അതുപോലെ സ്പേമിന്റെ ഓവറോൾ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും ഒക്കെ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ആ രീതിക്ക് നിങ്ങളത് ഉപയോഗിക്കുക.
ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നത് മാത്രമല്ല മറ്റ് ഒരുപാട് ബെനിഫിറ്റ് ഈ വെണ്ടയ്ക്ക ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അതായത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് PCOD ഉള്ള ആളുകൾക്ക് വെയിറ്റ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ശത്രുവാണ്. ഈ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അണ്ടാശയമെല്ലാം പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓവുലേഷൻ പ്രോപ്പറായിട്ട് വരികയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കും ബെനിഫിറ്റ് ഈ വെണ്ടയ്ക്ക വെള്ളം കുടിക്കുന്നത് വഴി കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അടുത്ത ബെനിഫിറ്റ് നമ്മുടെ ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ദഹനം പ്രോപ്പറായിട്ടുണ്ടെങ്കിൽ മാത്രമേ കഴിക്കുന്ന ഭക്ഷണങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ശരീരത്തിന്റെ ബാക്കിയുള്ള എല്ലാ പ്രവർത്തനങ്ങളാണെങ്കിലും നോർമലായിട്ട് നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഡൈജഷൻ ഇഷ്യൂസ് ഉള്ളവർക്ക്, കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിന് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് കണ്ണും പൂട്ടി തന്നെ ഈ ഒരു വെണ്ടക്ക വെള്ളം ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും വേദന, അസ്വസ്ഥത, വീക്കം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. ഒരുപാട് ആളുകൾ പറയുന്ന ബുദ്ധിമുട്ടാണ്, ബാക്ക് പെയിൻ ഉണ്ട്, ഹിപ്പ് പെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ഇൻഫ്ലമേഷൻ ഒരു പരിധി വരെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ PCOD ഉള്ള ആളുകൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു ബുദ്ധിമുട്ടാണ് ഷുഗർ ലെവലിൽ ഉണ്ടാകുന്ന വ്യത്യാസം. ഈ ഷുഗർ പലർക്കും ബുദ്ധിമുട്ട് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രഗ്നൻസി സമയത്താണെങ്കിലും ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്ന ഒരു അസ്വസ്ഥത, അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് കുഞ്ഞിനും ബുദ്ധിമുട്ടുണ്ടാവാനായിട്ട് സാധ്യത വളരെയധികം കൂടുതലാണ്. അങ്ങനെ PCOD ഉള്ള ആളുകൾക്കാണെങ്കിലും അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഓൾറെഡി ഡയബറ്റീസ് ആയിട്ടുള്ള ആളുകൾക്ക് അതൊന്ന് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകുന്നതിനും വെണ്ടക്ക വെള്ളം കുടിക്കാവുന്നതാണ് കേട്ടോ. ഈ വെണ്ടക്ക ഞാൻ വെള്ളത്തിലിട്ട് വെക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ തിളപ്പിച്ച് ആറിയ വെള്ളത്തിലിട്ട് വെക്കാനായിട്ടോ പറഞ്ഞത്. നിങ്ങൾ പിറ്റേ ദിവസം ബോയിൽ ചെയ്ത് എടുക്കേണ്ട ആവശ്യം ഇല്ല. വെണ്ടക്ക നല്ലതുപോലെ നിങ്ങൾ ക്ലീൻ ചെയ്താൽ മതിയാകും. അപ്പൊ അതിലുള്ള അഴുക്കൊക്കെ നല്ലതുപോലെ പൊയ്ക്കോളും. അതുപോലെ തന്നെ നമ്മൾ തിളപ്പിച്ച് ആറിയിട്ടുള്ള വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അതങ്ങോട്ട് അരിച്ചു മാറ്റിയിട്ട് നമ്മൾ കുടിക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതിൽ ഏറ്റവും ആദ്യത്തേതെന്ന് പറയുന്നത് എത്ര വരെ ഇത് ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓവുലേഷൻ ഡേറ്റ് വരെ മാത്രം നിങ്ങൾ ഇത് ഉപയോഗിച്ചാൽ മതിയാകും. ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇനി കൂടുതലായിട്ട് ഉപയോഗിച്ചാലും നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഓവുലേഷൻ വരെ നിങ്ങളിത് ഉപയോഗിച്ചാൽ മതി എന്ന് വിചാരിച്ചിട്ട് വെണ്ടയ്ക്ക ഇട്ടിട്ടുള്ള ഭക്ഷണങ്ങളൊന്നും ഓവുലേഷൻ കഴിഞ്ഞിട്ട് കഴിക്കാൻ പാടില്ല എന്നല്ല. ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് ഓവുലേഷൻ വരെ നിങ്ങൾ പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ചില ആളുകൾക്ക് ഈ ഒക്ര വാട്ടർ കുടിക്കുമ്പോഴേക്കും അലർജീസ് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾ ഏകദേശം ഒന്ന് നോക്കുക. ഒരു ദിവസം നിങ്ങൾ ഒരു അര ഗ്ലാസ് കുടിച്ചിട്ട് നോക്കുക. അലർജിക് ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല എങ്കിൽ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുക, പ്രശ്നമൊന്നുമില്ല. അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്തെങ്കിലും അലർജിക് റിയാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളിത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ ഇറിറ്റേഷൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഒരുപാട് ഇതുപോലെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഗ്രാമ്പൂ വെള്ളമാണെങ്കിലും കറുവപ്പട്ട വെള്ളമാണെങ്കിലും അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ മതിയായിരിക്കും കേട്ടോ. അത് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത്